ഇവരുടെ ഈ പൊറോട്ട കഥ നമ്മളല്ലാതെ ആരെങ്കിലും ചോദിക്കുവോ? നിങ്ങളതൊക്കെ വിശ്വസിച്ചിരിക്കണം. നമ്മൾ ഇവിടെ നിന്ന് ഒരു റോക്കറ്റ് വിടാനുള്ള ചിലവ് എന്താണെന്നറിയോ? ഇത് കഴിഞ്ഞിട്ട് സാധനം കത്തി അവിടെ എത്തുമ്പോഴേക്ക് തുമ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ നിന്ന് ആ തുമ്പ് പിന്നെ ആരെങ്കിലും തിരിച്ചു വിടുന്നു. വരും വരും. ഈ പോയ പിന്നെ ആൾ പിന്നെ ഏത് വണ്ടിയിൽ തിരിച്ചു വരുന്നത്? മുകളില് അവിടുന്ന് അവരെ പറയുന്നില്ല. ഇത്രയും വലിയ തന്നാൻ വേണം ഇവിടുന്ന് ആ റോക്കറ്റ് ചന്ദ്രനിലേക്ക് വിടാൻ. ഏത് ഭൂമിയുടെ ഈ ഉപരിതലം വേദിച്ച് അതിന്റെ ഈ ഭ്രമണപഥം വേദിച്ച് സ്പേസിലെത്തി പിന്നെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ കടന്ന് ചന്ദ്രനിൽ ഇറങ്ങിയ സാധനം ഇത്ര ഉള്ളോട്ടാ. പിന്നെ അവിടെ നിന്ന് ഒരു കൈ തള്ളാൻ പോലും ആരുമില്ല. കാര്യം 2 വ്യക്തികളല്ലേ പോയിട്ടുള്ളൂ. ആര്? നീൽ ആംസ്ട്രോങ്ങും മറ്റേ മച്ചാനും. ഒരാൾ തള്ളിയെന്ന് വിചാരിക്കാം. അവിടെ നിന്ന് എന്ത് പ്രഷറിൽ ഈ സാധനം തിരിച്ചിങ്ങോട്ട് ഇങ്ങനെ വരണത്? ഏത് ബെൽറ്റ് അല്ല ഇത്രയും സാധനം എനർജി വേണ്ട കത്തി തീർന്ന് അപ്പുറത്തേക്ക് വരാൻ. അങ്ങനെ കത്താതെ വരികയാണെങ്കിൽ പിന്നെ എന്തിനാ ഇവിടുന്ന് ഇത്രയും നന്നാകും? ഇതേ ഐഡിയ തന്നെ ഇവിടുന്ന് ഉപയോഗിച്ചാൽ മതിയില്ലേ? ആ തുമ്പ് മതി ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ അത് ഉപയോഗിച്ചാൽ മതിയില്ലേ? ഇവരുടെ ഈ പൊറോട്ട കഥ നമ്മളല്ലാതെ ആരെങ്കിലും ചോദിക്കുവോ? നമ്മൾ ഇവിടുന്ന് പെണ്ണിന്റെ വീട്ടിലേക്ക് പോയ അമ്മാവനാണ് പെണ്ണിന്റെ വീട്ടിൽ ആദ്യം കാലുകുത്തിയെന്ന് പറയുമോ? പെണ്ണിന്റെ വീട്ടിൽ അവരെത്തി, എല്ലാവരും എത്തിയെന്നല്ലേ പറയുള്ളൂ. 2 പേരോട് ചന്ദ്രനോട്ട് ആദ്യം നീലാംസ്ട്രോങ് കാലുകുത്തി എന്ന് പറയുമോ?